അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJP സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി 2 തവണ വന്നു, സ്ഥാനാർത്ഥിയുടെ മകളുടെ കല്യാണത്തിന് വന്നു എന്നുള്ള വിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവൻസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു BJPക്ക് പ്രസ്റ്റേജായി കാണേണ്ട ഒരു മണ്ഡലമൊന്നുമല്ല. കാരണം ഇവിടെ ഈ ജില്ലയിലെ ഒരു അസംബ്ലി സീറ്റിലും BJP സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്ത് പോലും വന്നിട്ടില്ല. 13 അസംബ്ലി സീറ്റുള്ള സമയത്താണെങ്കിലും 14 അസംബ്ലി സീറ്റുള്ള സമയത്താണെങ്കിലും ഒരു ഘട്ടത്തിലും ഒരു BJP സ്ഥാനാർത്ഥിയും ഒരു അസംബ്ലി സീറ്റിലും 2ാം സ്ഥാനത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ BJP സ്ഥാനാർത്ഥി മത്സരിച്ചു 3ാം സ്ഥാനത്തായിരുന്നു. അതേ സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു 3ാം സ്ഥാനത്തായിരുന്നു. അത് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ രൂപത്തിലും ഭാവത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. UDFൻ്റെയും LDFൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് സുരേഷ് ഗോപിയെ പ്രതാപൻ പരാജയപ്പെടുത്തിയത്. 98,000 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥിയെ പ്രതാപൻ പരാജയപ്പെടുത്തിയത്. ആ ഒരു സാധ്യത ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. അല്ലാതെ വേറെ അതിനകത്തൊരു പ്രത്യേകതയും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില തിയേറ്ററുകൾ ഇവിടെയുണ്ട്. രാഗം തിയേറ്ററുണ്ട്, സ്വപ്ന തിയേറ്ററുണ്ട്. അവിടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടങ്ങൾ മാറി മാറി വരാറുണ്ട്, ആളുകൾ കാണാറുണ്ട്, പോകാറുണ്ട്. തിയേറ്റർ അങ്ങനെ അവിടെ നിൽക്കാറാണ് പതിവ്. അല്ലാതെ ഈ നിയോജകമണ്ഡലത്തിലും അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലൊന്നും അത് നടക്കാൻ പോകുന്ന ഒരു സ്ഥലമല്ല. അത് തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് തെറ്റായ മെസ്സേജുകൾ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ അറിയാലോ, കഴിഞ്ഞ തവണ 7 അസംബ്ലി സീറ്റിലും LDF കാൻഡിഡേറ്റ് ജയിച്ച സമയത്താണ് പ്രതാപൻ ജയിച്ചത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും LDFൻ്റെ കാൻഡിഡേറ്റുകളാണ് 2ാമത് ജയിച്ചത്. സ്വാഭാവികമാണ്, ദേശീയ രാഷ്ട്രീയത്തിൽ തൃശ്ശൂർക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഒരു ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അത് സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണുള്ളത്. ഇവിടെ 2 ഇന്ത്യ മുന്നണിയിൽപ്പെട്ട 2 കക്ഷികൾ മത്സരിക്കുകയാണ്. ഒന്ന് LDFും UDF എന്ന് പറഞ്ഞ 2 കക്ഷികൾ മത്സരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ 20 സീറ്റിനകത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDF ജയിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യതയുള്ളൊരു കാര്യമല്ല. കാരണം അവിടെ സ്റ്റേറ്റിൽ LDF റൂളിംഗ് പാർട്ടിയാണ്. അവിടെ നമ്മൾ പ്രതിപക്ഷമായിട്ട് ഇരിക്കുകയാണ്. അത് ക്രിയാത്മകമായ വിമർശനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. ഇവിടെ 19 സീറ്റിൽ നമ്മൾ ജയിച്ച സ്ഥലത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു സീറ്റ് വിഭജനം നടത്തേണ്ട കാര്യം അതിനകത്തില്ല. കാരണം 20 സീറ്റിലും ജയിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. അതിനകത്ത് പിന്നെ ഐഡിയോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അല്ല, CPMനെ അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ രാഹുൽ ഗാന്ധിയോ ഞങ്ങളാരും വിമർശിച്ചിട്ടില്ല. അതിൻ്റെ ദേശീയ ലൈനിനോട് പൂർണ്ണമായി യോജിച്ച് നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ വ്യക്തിപരമായും പാർട്ടി എന്ന രീതിയിൽ. പക്ഷെ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ വിമർശിക്കുന്നത്. അത് CPMൻ്റെ രീതി. ഇപ്പോൾ അത് MV ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, വീണ വിജയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നത്. അത് ഒരു വ്യക്തി എന്ന രീതിയിൽ അവർ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ലൈഫ് മിഷൻ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഇതേപോലെ തന്നെയാണ്. ഈ CPM എന്ന പാർട്ടിയേക്കാൾ വ്യത്യസ്തമായി ഇവിടെ പിണറായി വിജയൻ നടത്തിയ അഴിമതിയും അദ്ദേഹത്തിൻ്റെ ഫാമിലി നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ. പക്ഷേ തൃശ്ശൂരിൽ വരുമ്പോൾ മറ്റൊരു വിഷയമാണ്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി തന്നെ അഴിമതി നടത്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. സ്റ്റേറ്റിൽ ഞങ്ങൾ അങ്ങനെ എല്ലാ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി നടത്തുന്ന അഴിമതികൾക്കെതിരെയാണ്. പാർട്ടി നടത്തുന്ന അഴിമതികൾക്കെതിരെയല്ല, മുഖ്യമന്ത്രി നടത്തുന്ന അഴിമതികൾക്കെതിരായിട്ടാണ് നമ്മുടെ വിമർശനം വരുന്നത്. അത് സ്വാഭാവികമാണല്ലോ. അത് അദ്ദേഹം BJPയുമായുള്ള സറണ്ടറിങ് പ്രത്യക്ഷത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ ഡോക്യുമെൻറ്റുകളും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കൃത്യമായ എവിഡൻസ്, അത് ഇലക്ട്രോണിക്സ് എവിഡൻസ് ഉൾപ്പെടെ ഞാൻ കൈമാറിയതാണ്. ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്നില്ല. അത് സറണ്ടറിങ്ങിൻ്റെ ഭാഗമാണ്. അതാണ് എൻ്റെ കാര്യം. അല്ല, ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് സ്വാഭാവികമാണ്. 10 വർഷം ഒരു റൂളിംഗ് പാർട്ടി ഭരിക്കുന്നു. ചില സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് നേതാക്കന്മാർ ചില ബിസിനസ്സും അതുമായി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിഷയങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നുണ്ടാവാം. അത് വേറെ വിഷയം. പക്ഷേ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ പാർട്ടി പിളർന്നിട്ട് ഏകനാഥ് ഷിൻഡെ, അല്ല അത് ആദ്യം ശിവസേന പിളർന്ന ഏകനാഥ് ഷിൻഡെ BJPയിലേക്ക് പോയി, അവർ മുന്നണിയെ പോയി. അത് കാര്യം അറിയാലോ. അദ്ദേഹം തന്നെ പല ആളുകളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ BJPയിലേക്ക് പോകാമെന്നുള്ളതാണ്. അതിനുശേഷം ശരത് പവാറിൻ്റെ മകൻ തെരഞ്ഞെടുപ്പിന് മരുമകൻ തൊട്ട് മുമ്പ് BJPയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കേസുകൾ മുഴുവൻ കഴിഞ്ഞ് ആ ഒരു എഗ്രിമെൻറ്റ് സമയത്തിനകത്ത് തന്നെ BJPയിൽ വീണ്ടും ചേർന്നു. അദ്ദേഹം അഴിമതി വിമുക്തനായി. അശോക് ചവാൻ കരഞ്ഞിട്ടാണ് പറഞ്ഞത് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ കോൺഗ്രസ് നിന്നും അല്ലാത്തതെന്നും കുറേ ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായി DK ശിവകുമാർ എന്ന് പറയുന്ന കർണാടകയിലെ കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റ് ജയിലിൽ കടന്നു, തിരിച്ച് ഉപമുഖ്യമന്ത്രിയായി. P. ചിദംബരത്തിന് ജയിലിലടച്ചു, അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന നിരവധിയായ നേതാക്കന്മാർ. ഇപ്പോൾ ഡൽഹിയിലെ പിന്നെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ജയിലിനകത്താണ്. ജാർഖണ്ഡ് ഷിബു സോറൻ ജയിലിനകത്താണ്. അപ്പോൾ ഇവർ BJPയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ജയിലിൽ പോകണ്ട എന്നും BJPയോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾ ജയിലിൽ പോകുന്നൊരു വിദ്യാഭ്യാസമുള്ള ആളുകൾ അത് കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ ജയിലിൽ പോകുന്നില്ല എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ NCPയുടെ നേതാവായിരുന്ന അജിത് പവാർ നേരത്തെ അങ്ങോട്ട് പോയി ആ പറയുന്ന ഗ്യാരണ്ടി കാലാവധിയുടെ ഉള്ളിൽ തിരിച്ചങ്ങോട്ട് പോയി എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ ഗ്യാരണ്ടി കാലാവധി എന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയില്ല. പക്ഷേ ഗ്യാരണ്ടി ഉണ്ട്, അദ്ദേഹം അവിടെയാണ്. ആ ഗ്യാരണ്ടി ഡേറ്റ് കഴിയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഗ്യാരണ്ടി അതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഈ ജയിലിൽ പോകുന്നതും BJPയിലേക്ക് ആളുകൾ അങ്ങോട്ടും പോകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. കേരളത്തിൽ നിന്ന് ആകെ പത്മജ വേണുഗോപാൽ ഒഴിച്ച് വേറെ ഏത് പ്രധാനപ്പെട്ട നേതാവാണ് പോയത്? കാരണം ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് 100% രാഷ്ട്രീയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് പോകേണ്ടി വരുന്നത്. അത് പത്മജ വേണുഗോപാലിൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു, അവർക്ക് പോകാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ പോയി. അങ്ങനെ അധികം നേതാക്കന്മാർ കേരളത്തിനകത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ BJP എങ്ങനെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. BJPയെ പരാജയപ്പെടുത്താൻ ഇന്ത്യ രാജ്യത്ത് നിലവിൽ BJPയുടെ 34 സീറ്റിൽ അവർ പരാജയപ്പെട്ടാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അത് ഇപ്പോഴത്തെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ 34ഓളം സീറ്റുകൾ BJPക്ക് പോയ സാഹചര്യം നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇത്തവണ അധികാരത്തിൽ വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. പറയുന്ന പോലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്യാനാണ്, ചൂസ് ചെയ്യാനാണ്. അതൊന്നും ഇത്തവണ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ ചെറിയ ചെറിയ സമുദായങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകളൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങനെ തെരഞ്ഞെടുപ്പുകളാണ് ബാധിക്കുന്നത്. കാരണം അവിടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അങ്ങനെയുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് അങ്ങനെ സോഷ്യൽ എൻജിനീയറിങ് നോക്കി വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് TM പ്രതാപൻ ജയിക്കില്ലല്ലോ. അല്ല, ഞാനത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്താൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണെങ്കിൽ TN പ്രതാപൻ കഴിഞ്ഞ തവണ ജയിക്കില്ല. കമ്മ്യൂണിറ്റി വോട്ട് കണക്കാക്കിയാൽ TM പ്രതാപൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ധീരവ സമുദായത്തിന് 5% താഴെ വോട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് അദ്ദേഹം 4.25 ലക്ഷം വോട്ട് വാങ്ങുക എന്നുള്ളത് ഒരു ആ എൻജിനീയറിങ്ങിൻ്റെ കണക്കനുസരിച്ച് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു നാഷണലൈസ് ഒരു മൈൻഡുള്ള ആളുകളാണ്, ഒരു ദേശീയ ബോധം കൂടുതലായുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 7 അസംബ്ലി നഷ്ടപ്പെട്ടപ്പോഴും പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടപ്പോഴും അന്ന് വോട്ട് ചെയ്യാണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ദേശീയ തലത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെയാണ്. ആ വോട്ടാണ് അന്നും ഇന്നും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, മോഡിയുടെ ബോംബിംഗ് ആണത്. അത് ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ അദ്ദേഹം മറ്റൊരു തരത്തിലാണ് ആ ബോംബിംഗ് നടത്തിയത്. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ കടന്നു പോകുന്നില്ല. ഇത്തവണ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട്, അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ 34 നമ്പറിലേക്ക് അടുത്തു BJP MP-മാരുടെ പരാജയം അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇനി എങ്ങനെ തിരിച്ച് 34 എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ബോംബിംഗ് ഇട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് സ്വാഭാവികമായും സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ഗുണകരമാവുകയാണ് ചെയ്യുന്നത്. കാരണം നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, അവർ ഭയന്ന് പിന്മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നോർത്ത് ഇന്ത്യയിലുള്ളത്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ എൻ്റെ ഡിഫറൻ്റാണ് സ്ഥിതി. കാരണം അത് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന പോലെ സേവാഗ്രാം മഹാരാഷ്ട്രയുടെ മദ്യം തൊട്ട് എന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര കൂടി അതിനകത്ത് കാണേണ്ടതായിട്ട് വരും. അങ്ങനെ കാണേണ്ടതായിട്ട് വരുമ്പോൾ മഹാരാഷ്ട്ര മുതൽ തമിഴ്നാട് കന്യാകുമാരി വരെയുള്ള ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു ഇന്ത്യ മുന്നണിയുടെ ഭയങ്കരമായ സപ്പോർട്ടിംഗ് ഉണ്ട്. അത് കർണാടക ഗവൺമെൻറ് ആണെങ്കിലും തെലങ്കാന ഗവൺമെൻറ് ആണെങ്കിലും കേരളത്തിലെ LDF ഗവൺമെൻറ് ആണെങ്കിലും തമിഴ്നാട്ടിലെ പിന്നെ DMK നമ്മുടെ മുന്നണി ഗവൺമെൻറ് ആണെങ്കിലും സൗത്ത് ഇന്ത്യയിലെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സെക്യൂരിറ്റി ഭയങ്കരമായി ഫീൽ ചെയ്യുന്ന സ്റ്റേറ്റുകളാണ് ഈ ഗവൺമെൻറ്റുകൾ. അതുകൊണ്ട് അവരുടെ വലിയ പ്രതിഷേധം അവരുടെ മാത്രമല്ല, അവരുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ എന്ന് പറയുന്നത് സ്വാഭാവികം വ്യാപാരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് അവരുടെ വ്യാപാര സമൂഹം എന്ന് പറയുന്നത് മുസ്ലിംസുകൾ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അത്തർ ഉപയോഗിക്കുന്ന ആളുകൾ,
അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് അത്ര ഉപയോഗിക്കുന്നത്, വിൽപ്പന നടത്തുന്നത്. ഉപയോഗിക്കുന്നത് ആരാ? മുസ്ലിംസ് മാത്രമാണോ? എല്ലാ ആളും ഉപയോഗിക്കുന്നത് മുസ്ലിംസ് വിൽക്കുന്ന അത്ര ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയൊരു എന്താ പറയുക, സോഷ്യലായിട്ട് ഭയങ്കര പിന്തുണയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സൗത്ത് ഇന്ത്യയിലെ. നോർത്ത് ഇന്ത്യയിൽ ഭയന്നിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് നിൽക്കുന്നതാണ്. അവരും അവരോട് ചേർന്നുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഉള്ളതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയിലാണ് ഈ മോഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രതികരിക്കുക. ഒരു കാരണവശാലും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ കഴിയാത്ത രീതിയിൽ മാറി അതിൻ്റെ ഒരു ഒരു കെണിയിൽ വീണ സ്റ്റേറ്റ്മെൻറ്റാണ് മോഡിയുടെ. അത് അയാൾക്ക് യാതൊരു വിവരമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ലൂർദ് പള്ളിയിൽ പോയി അദ്ദേഹം കിരീടം വെച്ചു. കിരീടം വെച്ച അന്ന് മുതൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പള്ളിക്കാരത് പരിശോധിച്ചു. 3 ഗ്രാം സ്വർണ്ണമാണ് അതിനകത്തുള്ളത്. പരിശോധിച്ച് ഞാൻ ആധികാരികമായി തന്നെ ഉത്തരവാദിത്തത്തിൽ പറയുന്നതാണ്, 3 ഗ്രാം സ്വർണം മാത്രമാണ് അതിനകത്തുള്ളത്. ടെസ്റ്റ് ചെയ്തതാണ്, പല കമ്പനികളും ടെസ്റ്റ് ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടൊക്കെ അത്യാവശ്യം ആളുകൾ കയ്യിലുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ ഭയന്നുകൊണ്ടാണ് ആ ടെസ്റ്റ് റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കുന്നത്. ഗവൺമെൻറ് മാറിയാൽ അന്നേ ദിവസം അത് എത്ര ഗ്രാമാണെന്ന് കൃത്യം 3 ഗ്രാമിൽ താഴെ സ്വർണ്ണം മാത്രമുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ശക്തൻ തമ്പുരാൻ ഈ ക്രിസ്ത്യൻ സമൂഹത്തെ കൊട്ടേക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത് തൃശ്ശൂരിലെ കച്ചവടത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് അരിയങ്ങാടിയും അങ്ങനെയുള്ള 2-3 അങ്ങാടി ഉണ്ടാക്കിയത്. അപ്പോൾ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്ക് പിന്നെ എന്തിനേയും അവർ ഒരു കച്ചവട കണ്ണുകൊണ്ട് കാണുകയും അതിനകത്ത് അവരുടെ ലാഭം കൃത്യമായി കണക്കൂട്ടി എഴുതിയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്ന് ഒരു പിന്നെ സ്വർണ്ണം പൂശിയ കിരീടം വെച്ച് വോട്ട് പിടിക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കണ കാര്യമല്ല. കാരണം ഒരു തൃശ്ശൂരിൽ കെ കരുണാകരൻ, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരൻ പരാജയപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്. കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരൻ പരാജയപ്പെട്ട സ്ഥലമാണിത്. അപ്പോൾ അവിടെ തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വോട്ട് ചെയ്യണം, ഏത് തരത്തിൽ വോട്ട് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ സുരേഷ് ഗോപി കാണിക്കുന്നതൊക്കെ ഒരു ജാടയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതൊന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്ന കാര്യമില്ല.